ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത വിജിലൻസ്. രാവിലെ 11 മണിക്ക് മുട്ടത്തറയിലുള്ള വിജിലൻസ് ഓഫീസിൽ വച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിലെ രണ്ടാം പ്രതിയാണ് സ്വപ്ന സുരേഷ്. പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ അന്വേഷണം വരുമെന്ന് സ്വപ്ന പറഞ്ഞു. ഇപ്പോൾ ഹാജരായത് പുതിയ കേസിലല്ല, പഴയ കേസിന്റെ തുടർച്ചയായിട്ടാണ് എത്തിയത്. അന്വേഷണം തുടരുന്നതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ് വന്നതെന്നും സ്വപ്ന പറഞ്ഞു. ലൈഫ് മിഷൻ അഴിമതി കേസിൽ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് വിജിലൻസ് പ്രതികളെ ഒന്നുകൂടി വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഭാഗമായി UAE സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയം നിർമ്മിച്ച പദ്ധതിയിൽ 6 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നതായി സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി 30 കിലോഗ്രാം സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വപ്ന സുരേഷ് അറസ്റ്റിലാകുന്നത്. കേസിൽ അറസ്റ്റിലായ UAE കോൺസുലേറ്റ് മുൻ PRO സരത് കുമാറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തപ്പോഴാണ് മുഖ്യമന്ത്രി ചുമതല വഹിക്കുന്ന IT വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്ക് ഓപ്പറേഷണൽ മാനേജറായിരുന്ന സ്വപ്ന സുരേഷ് മുഖ്യ പങ്കാളിയാണെന്ന് വ്യക്തമായത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ബംഗളൂരുവിലേക്ക് കടന്ന സ്വപ്നയെ അവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കാൻ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2023 ED സമൻസ് അയച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെ സ്വപ്ന സുരേഷ് പ്രതികരിച്ചിരുന്നു. മകനെയും മകളെയും ED ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി പോലെ എല്ലാം പുറത്തുവരുമെന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ അന്ന് കുറിച്ചു. അത് അച്ഛന് നല്ലപോലെ അറിയാമെന്നും അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തതെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. ED അത് നടപ്പാക്കണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്നും സ്വപ്നം പറയുന്നു. ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു. 2018 ഞാനും പഴയ ബോസായ UAE കോൺസൽ ജനറലുമായി ക്യാപ്റ്റനെ കാണാൻ പോയി. ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കോൺസൽ ജനറലിന് പരിചയപ്പെടുത്തി. മകൻ UAE ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് UAE ഒരു നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കോൺസൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു എന്നും സ്വപ്ന സുരേഷ് അന്ന് വെളിപ്പെടുത്തി. അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിക്കാമെന്നും സ്വപ്ന പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും, നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുന്ന സ്വപ്ന സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞാണ് അന്ന് പോസ്റ്റ് അവസാനിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടാം പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ വിവാദം ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. ബിരിയാണി പാത്രങ്ങളിലും കോൺസുലേറ്റിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടെന്നും ഇതിൽ മറ്റെന്തോ ലോഹവസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും ഇത്തരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് സ്വപ്ന സുരേഷ് എന്ന് വെളിപ്പെടുത്തിയത്. അതേസമയം കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രചരിക്കുന്നത് അസത്യങ്ങളാണെന്നും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി കളയാമെന്ന് കരുതണ്ട എന്നും ആണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്.